ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ 3 ഈസിയും ഹെൽത്തി ആയിട്ടുള്ള റൈസ് റെസിപ്പീസ് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് റൈസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സവാള നേരിതായിട്ട് അരിഞ്ഞൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ താരത്തെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്യാരറ്റൊക്കെ നല്ലപോലെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. അരി വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. ഏകദേശം 5 കപ്പോളം വേവിച്ച റൈസാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ക്യാരറ്റ് റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ലഞ്ച് ബോക്സിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് റൈസിന് കറിയായിട്ട് ഞാനിവിടെ ചില്ലി എഗ്ഗിന്റെ കറിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 സ്ലൈസ് പേരയ്ക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. ഇനി നമ്മുടെ സെക്കൻഡ് റെസിപ്പിയായി ചിക്കൻ റൈസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞത് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 4 പീസ് കഴമ്പായിട്ടുള്ള ചിക്കൻ പീസസാണ് എടുത്തിരുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കനൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. ഇതായപ്പോൾ നമ്മുടെ ചിക്കൻ റൈസൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ റൈസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വേറെ കറികളിലൊന്നും ആവശ്യമില്ല. നമ്മൾ ചിക്കൻ ഓൾറെഡി അതിൽ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ റൈസിന്. കൂടെ നമ്മൾ ഒരു മുട്ട പുഴുങ്ങിയത് ഹാഫായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് സ്ലൈസസ് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ കഴിക്കാനായിട്ട് ഞാനൊരു സ്പൂണും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. അടുത്തായിട്ട് റെഡിയാക്കുന്ന റൈസ് സ്പിനാച്ച് റൈസാണ്. നമ്മുടെ ചീര കൊണ്ടാണ് ഈ റൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചീര ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ചീര ചേർത്ത് കൊടുക്കാം. ചീരയുടെ തണ്ടൊന്നും ചേർക്കാതെ ഇലകൾ മാത്രമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇങ്ങനെ ചീര കൊണ്ട് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ കാര്യം എന്ന് വെച്ചാൽ അല്ലിമോളുടെ സ്കൂളിൽ ഇപ്രാവശ്യം തുടങ്ങി ഓരോ മന്തും ഓരോ കളറായിട്ടുള്ള ഫുഡാണ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജൂൺ മന്തിൽ റെഡ് കളർ ആയിരുന്നെങ്കിൽ ജൂലൈയിൽ ഓറഞ്ച് ആയിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് എത്തിയപ്പോൾ ഗ്രീൻ കളർ ഫുഡാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് എല്ലാ മാസത്തിനും സെക്കൻഡ് വെനസ്ഡേ ആണ് ഇവരിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. കുട്ടികൾ കൂടുതലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇനി നമ്മുടെ ചീര നല്ലപോലെ കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് കോരിയെടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ചീരയൊക്കെ നല്ല പേസ്റ്റ് പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സവാള നേരിതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേറെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ചീര ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ അതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ വഴന്നു വന്ന സവാളയിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചീര പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ചീര നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്ത ചീരയാണ്. എങ്കിലും നമുക്കൊരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് വഴറ്റി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ചീരയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി അരി 4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ചീര കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചീര വെച്ചുള്ള റൈസ് റെഡിയാക്കി നോക്കുക. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ ടേസ്റ്റ്. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്പിനാച്ച് റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പിനാച്ച് റൈസിൻ്റെ ഒപ്പം ഞാൻ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. മല്ലിയിലയും പുതിനയിലേക്ക് ഇട്ടൊരു ഗ്രീനിഷ് ടച്ച് വരുന്ന രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഞാനൊരു റോബസ്റ്റ പഴത്തിൻ്റെ പകുതി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ തീമിലുള്ള ലഞ്ച് ബോക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റൈസ് റെസിപ്പീസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.